ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ BS6 RR310 നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ TVSന്റെ ഷോറൂമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. കേരളത്തിലാകെ തിരുവനന്തപുരം, കാലിക്കറ്റ്, തൃശ്ശൂർ, എറണാകുളത്ത് മാത്രമാണ് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് 810 തന്നെയാണ് സീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഭാഗത്തൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. സീറ്റിൻ്റെ ഭാഗത്തോ റൈഡിങ് കംഫർട്ടിലോ റൈഡിങ് പൊസിഷനിലോ ഒന്നും വേറെ മാറ്റങ്ങൾ ഫീൽ ചെയ്യണില്ല. വന്നിട്ടുള്ള മാറ്റങ്ങൾ ഫുള്ള് ഈ ഒരു ഫ്രണ്ട് വശത്തായിട്ടാണ് കേട്ടോ. അതായത് വൈസർ, മീറ്റർ, പിന്നെ സ്വിച്ചോള് എല്ലാം ടോട്ടലായിട്ട് തന്നെ ചേഞ്ച് ആയി എന്ന് പറയാം. പിന്നെ അതിൻ്റെ സ്പെക്കൊക്കെ വെച്ചിട്ടുള്ള ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടും ഇനി മുതൽ ഒന്നിച്ചായിരിക്കും വരാം. ഫെദർ ടച്ച് സെൽഫ് സ്റ്റാർട്ടാണ്. മുമ്പത്തെ എഡിഷൻ പോലെ തന്നെ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് വണ്ടിയുടെ വൈബ്രേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോയെന്ന്. വൈബ്രേഷൻ കുറയ്ക്കാൻ TVS മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു വലിയ തരത്തിൽ മുമ്പത്തെ എഡിഷൻ പോലെ വൈബ്രേഷൻ ഫീൽ ചെയ്യണില്ല. വൈസറിന്റെ ഭാഗത്തുനിന്നൊന്നും തീരെ വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബോഡിയായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിന്റെ വൈസർ കൊടുത്തിട്ടുള്ളത് BS6 ആക്കിയതല്ലാണ്ട് എഞ്ചിൻ സൈഡിൽ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് വണ്ടിയുടെ പവറും ടോർക്കൊക്കെ പഴയതുപോലെ തന്നെയാണ്. 4 റൈഡിങ് മോഡുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോഡുകൾക്ക് അനുസരിച്ചിട്ട് പവറിലും ടോർക്കിലും വ്യത്യാസം വരുന്നു മാത്രം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അർബൻ റെയിൻ, അതേപോലെ ട്രാക്ക് സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 4 പുതിയ മോഡുകളാണ് വണ്ടിയിൽ BS6 എഡീഷനിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി കിടക്കുന്നത് അർബൻ റെയിൻ മോഡിലാണ്. 1000 കിലോമീറ്ററിന് ശേഷം മാത്രമാണ് നമുക്ക് സ്പോർട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഇപ്പോഴത്തെ പവർ എന്ന് പറയുന്നത് 25.3 bhp ആണ്. 25 Nm ടോർക്ക് കിട്ടും. ഈ സ്പോർട്ട് അതേപോലെ ട്രാക്ക് മോഡുകളിലൊക്കെ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 34 bhp ആയിരിക്കും. 27-28 Nm ടോർക്കായിരിക്കും ആ ഒരു സമയത്ത് വണ്ടിയുടെ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഡിസ്ക് 300 mm, ബാക്ക് ഡിസ്ക് 240 mm തന്നെയാണ് BS6 എഡീഷനിലും. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. എന്നുവെച്ചാലും ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് ഇത്തിരി കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ആ ഒരു കപ്പാസിറ്റി മെച്ചപ്പെടുത്താറുന്നു എന്ന് തോന്നി. ഇനി ABS-നെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ 3 മോഡുകളിലായിരിക്കും. അതായത് റൈഡിങ് മോഡിനനുസരിച്ചിട്ട് ABS-ൻ്റെ മോഡിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. വണ്ടി പക്ക സ്മൂത്ത് ആയിട്ടാണ് കയറുന്നത്. ചെറിയ തരത്തിൽ മാത്രമാണ് വൈബ്രേഷൻസ് ഫുഡ് പാക്കിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണത്. അത് വൈബ്രേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രമാണ് മനസ്സിലാവുക. വലിയ തരത്തിൽ കാര്യമായിട്ട് നമ്മുടെ റൈഡിനെ അത് എഫക്റ്റ് ചെയ്യണില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വൈസറിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ചേഞ്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പത്തെ വെർഷനിൽ ഒരു രക്ഷയില്ലാത്ത വൈബ്രേഷൻ ആയിരുന്നു വൈസറിൻ്റെ ഭാഗത്തുനിന്ന്. ആ ഒരു വൈബ്രേഷൻ മാത്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് TVS സെപ്പറേറ്റ് റബ്ബർ പാനലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരുന്നു BS4 വണ്ടികൾക്ക്. അത്രയും മാരകമായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആയിരുന്നു ആ ഒരു ഭാഗത്തുനിന്ന്. ടയറിൻ്റെ ഭാഗത്തുനിന്ന് നല്ല തരത്തിലുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ 6 ആഗ് അടിച്ച് പോകുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ ടയറിൻ്റെ ഭാഗത്തുനിന്ന് അനുഭവപ്പെടുന്നത്. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷിലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടയർ മോഡൽ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ റോഡ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോർണർ ചെയ്യുന്ന സമയത്തും റോഡ് ഗ്രിപ്പിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചാലും ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ടയറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പെർഫോമൻസ് ഇപ്പോൾ ഒരു രക്ഷയില്ല. ഈ ഒരു ബൈക്കിൽ ലുക്ക് പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് BS6 എഡീഷൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് കിട്ടുന്നത്. നമ്മുടെ അർബൻ റൈനി മോഡുകളിൽ ടോപ്പ് എൻഡിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ മോഡുകളിൽ ടോപ്പ് എൻഡ് 125 ആയിരിക്കും. ഇനി സ്പോർട്ട് ട്രാക്ക് മോഡുകളിൽ ടോപ്പ് എൻഡ് 165 കമ്പനി അവകാശപ്പെടുന്നത്. 165 എന്നല്ല, അതിനും മേലെ വണ്ടി കയറും കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടിയുടെ ടോപ്പ് എൻഡ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ ഒരു 25 bhp വണ്ടി എന്തോരം കയറുന്നു നോക്കാം. പവറിൻ്റെ ആ ഒരു ലാഗ് ശരിക്കും കഴിയുന്നുണ്ട്. വണ്ടി കയറുന്നില്ല ഗൈസ്. ഇപ്പോൾ 5th ഗിയറിലാണ്. നല്ലൊരു ടോപ്പ് എൻഡ് നോക്കാൻ പറ്റിയൊരു റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഇവിടെ വണ്ടിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, 4th ഗിയർ റോഡിൽ മാത്രമാണ് ചെറിയ തരത്തിലുള്ള ഒരു ലാഗ് ഫീൽ ചെയ്യണത്. അതായത് ഒരു മാക്സിമം ആകുമ്പോൾ ഗിയറിൻ്റെ പവറിന് ഒരു മാക്സിമം ആവുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടി ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് ടോപ്പ് എൻഡ് വണ്ടിയുടെ ഒന്ന് നോക്കാം. ആക്സിലേറ്ററൊക്കെ റൈറ്റ് ബൈ വയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈറ്റ് ഫുള്ളായിട്ട് തന്നെ പോയിട്ടോ. ആക്സിലേറ്ററൊക്കെ പക്ക സ്മൂത്തായാണ്. ഫസ്റ്റ്, സെക്കൻഡ്, 3rd ഗിയറുകളിൽ ചെറിയ തരത്തിലുള്ള ലാഗ് അനുഭവപ്പെടുന്നുണ്ട്.
മെയിൻ മോഡുകളിൽ 25 bhp പവർ വെച്ചുള്ള ടോപ്പ് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കമ്പനി 125 പറയണത്. നമ്മളിപ്പോൾ സിമ്പിളായിട്ടാണ് 130 എത്തിച്ചത്. അപ്പോൾ ബാക്കി വരുന്ന 2 മോഡുകളിലത്തെയും അവസ്ഥ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഊഹിച്ചാൽ മതി. ഇതിൻ്റെ BS4 എഡിഷൻ തന്നെ ഏകദേശം 168 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് കയറിയായിരുന്നു. നമുക്കതിനുള്ള ഒരു റോഡ് ഇല്ലയെന്ന് മാത്രം. അത് മാത്രമാണ് എനിക്ക് പവറിൻ്റെ കാര്യത്തിൽ തോന്നിയൊരു ഇതെന്ന് പറയുന്നത്. വൈബ്രേഷനൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. ടോപ്പ് എൻഡിലും തീരെ വൈബ്രേഷൻ ഇല്ല എന്ന് പറയാം. ഒരു 7000 RPM മേലെ തീരെ വൈബ്രേഷൻ ഫീൽ ചെയ്യണില്ല. അത് മാത്രമല്ല വലിയ തരത്തിൽ എനിക്ക് ഗിയർ ഡൗൺ ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയും വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. ഞാനിപ്പോൾ 6ാമത്തെ ഗിയറിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെയിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു തരത്തിലുള്ള ജർക്കിങ്ങും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി കയറിപ്പോയിരുന്നത്. നമുക്ക് നോക്കാം മാക്സിമം ടോപ്പ് ഗിയറിൽ എത്ര വരെ മെല്ലെ ഓടിക്കാൻ പറ്റുന്നത്. ഗൈസ്, ഞാൻ ക്ലച്ച് ഉപയോഗിച്ചിട്ടില്ല, ഗിയർ ഡൗൺ ചെയ്തിട്ടില്ല. ടോപ്പ് ഗിയറിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 204 വീലൊക്കെ ഉണ്ടാകുന്ന GTT എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഈ ഒരു മോഡലിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ത്രോട്ടും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല, വണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെക്നോളജി സിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തിരി കൂടെ എളുപ്പമുണ്ടായിരിക്കും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ കൂടുതൽ ഉപയോഗിക്കണവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ് ഈ ഒരു GTT എന്ന് പറയുന്നത്. അതായത് നമുക്ക് ത്രോട്ട് കൊടുക്കാണ്ട് വളരെ കുറഞ്ഞ സ്പീഡിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനത്തെ ബൈക്കുകളിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 300cc ആ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൈസ് ടാഗിൽ വളരെ സ്മൂത്തായിട്ട് വണ്ടി നമുക്ക് ടോപ്പ് ഗിയറിൽ ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റും. ഒരു 314cc ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു 6th ഗിയറിൽ ത്രോട്ട് പോലും കൊടുക്കാണ്ട് ഈ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 7000 RPM ഒക്കെ വരെ വളരെ പവർ കുറവായ പോലെയാണ് ഫീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് ഗൈസ്. നിങ്ങളത് ഓടിച്ചു നോക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലായിട്ടുള്ള എല്ലാ ബൈക്കുകളും നമുക്ക് എഞ്ചിൻ ഓഫ് ആക്കിയിട്ടൊക്കെയാണ് മോഡുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് റണ്ണിങ്ങിൽ തന്നെ ത്രോട്ട് റിലീസ് ചെയ്താൽ മതി. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് മോഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ഫീച്ചറിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു റൈഡിങ് മോഡുകളിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്കിപ്പോൾ ഇത്ര ദൂരം ഏകദേശം ഒരു 14 കിലോമീറ്ററോളായി ഞാൻ വണ്ടി ഓടിക്കണു. നോർമലായിട്ട് ഹീറ്റിങ് കുറയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ആ ഒരു സംഭവം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നുവെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ RC390 വെച്ച് കമ്പയർ ചെയ്യണ സമയത്ത് ഈ ഒരു വണ്ടിയിൽ ശരിക്കും ഹീറ്റിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവും, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഹീറ്റാണ്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ BS4 എഡിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഡ്യൂക്ക് 250ക്കുള്ള ഹീറ്റിംഗ് പോലും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണ്. അത് മാത്രമല്ല ഒരു 300cc എബോവ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. ട്രാഫിക്കിൽ എല്ലാ ബൈക്കുകളും ഹീറ്റ് ആവണ പോലെ നോർമലായിട്ട് തന്നെ വണ്ടി ഹീറ്റ് ആവും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു വണ്ടിയുടെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അത്ര കൂടുതലെന്നൊന്നും പറയാൻ പറ്റില്ല. നോർമലായിട്ടുള്ള ഹീറ്റിംഗ് തന്നെയാണ് ബൈക്കിന് വന്നിട്ടുള്ളത്. എന്തായാലും മൈലേജിൻ്റെ ആ ഒരു ഭാഗം എടുത്തു നോക്കുന്ന സമയത്തും ഈ ഒരു സെഗ്മെൻറ്റിലെ നല്ല മൈലേജ് തരുന്ന ഒരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് RR310 തോന്നുന്നത്. ഏകദേശം ഒരു 30 മേലെ ആണ് ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. BS6 ആക്കിയതിന് ശേഷം എന്തായാലും മൈലേജിൽ 15% വർധനവ് ഉണ്ടാവുമെന്നാണ് TVS അവകാശപ്പെടുന്നത്. എന്തായാലും ഫസ്റ്റ് സർവീസിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താം. BS6 എഡിഷൻ മുതൽ ബ്ലാക്ക് റെഡ് പോലെ തന്നെ നമുക്ക് പുതിയൊരു കളർ വേരിയൻറ്റും കൂടെ വന്നിട്ടുണ്ട്. ഒരു ഗ്രേ കളറാണ്. അതിൽ റെഡും ബ്ലാക്കും ഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ എന്ന് തന്നെ പറയാം. ആ ഒരു വണ്ടി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു മാസാവസാനമാണ് ആ ഒരു വണ്ടി ഇവിടെ എത്തുള്ളൂ. അത്ര നാൾ വരെ നമ്മുടെ പിള്ളേർ വെയിറ്റ് ചെയ്യില്ല. അമ്മാതിരി മെസ്സേജാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ തന്നെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സസ്പെൻഷനെ കുറിച്ച് പറയാൻ നമുക്ക് ഫ്രണ്ടിൽ USD4ക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ്, അത്ര സോഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി റൈഡിങ് കംഫേർട്ടിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് വലിയ തരത്തിലുള്ള കംഫേർട്ട് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. അത് സ്വാഭാവികം തന്നെയാണ്. ഫ്രണ്ടിൽ ഇഷ്യൂ വണ്ടി ഓടിക്കുന്ന ആൾക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ഒരു 300 കിലോമീറ്ററൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാം. അതിന് മേലെ ഓടിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള ബാക്ക് പെയിൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റല്ല ഇതിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ വീതിയും സീറ്റിന് കുറവാണ്. അപ്പോൾ വലിയ തരത്തിൽ കംഫേർട്ട് ഉണ്ടോയെന്ന് നോക്കിയാൽ വെച്ചാൽ കുഴപ്പമില്ല എന്ന് മാത്രമാണ് പറയാൻ പറ്റുക. പക്ഷേ ലഡാക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു എയർ ബാഗൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തായാലും പണിക്കുറ്റം കഴിയും ബാക്ക് സൈഡിൻ്റെ. പിന്നെ ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ R15 വെർഷൻ 3 പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ RC200 ഒക്കെ പോലെയോ ആണെന്നുള്ള കാര്യത്തിൽ
കാര്യത്തിൽ. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. അത്യാവശ്യം നിവർന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാം. അപ്പോൾ CBR-ൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ജിക്സർ 250 ഒക്കെ പോലത്തെ ഒരു റൈഡിങ് പൊസിഷനാണ്. വലിയ തരത്തിൽ കിടന്ന് ഓടിക്കേണ്ട ആ ഒരു ഫീല് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് വരില്ല. നമ്മുടെ സീറ്റിനേക്കാളും കുറച്ച് ഉയരത്തിലാണ് ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ തരത്തിൽ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നിവർന്നിരുന്നിട്ട് ഇപ്പോൾ നിവർന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് ചായണമെന്ന് മാത്രം. അല്ലാണ്ട് എനിക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട്, നടുവിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇതേവരെ ഫീൽ ചെയ്തിട്ടില്ല. ആകെ കൂടെ തോന്നിയത് ആ ഒരു വൈബ്രേഷനാണ്. വണ്ടി ഓടിക്കണ സമയത്ത് ഇങ്ങനെ കറന്ന് പറഞ്ഞിട്ടൊരു വൈബ്രേഷനാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന്. അത് നല്ല പോലെ തന്നെ BS6 എഡിഷനിൽ കമ്പനി കുറച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആ ഒരു കുറവ് മാത്രമാണ് ഞാൻ കാണുന്നത്. ബാക്കി എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് ക്വിക്ക് ഷിഫ്റ്റർ കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. പക്ഷേ വലിയ രീതിയിൽ പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് വണ്ടിയുടെ സെയിലിന് എന്തായാലും ബാധിക്കും. അതിൽ വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെയിൽ വാല്യൂ തീരെ ഇല്ലാത്ത ഒരു വണ്ടിയായിട്ടാണ് എല്ലാവരും TVS-നെ കാണുന്നത്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഗൈസ്. നല്ല രീതിയിൽ തന്നെ TVS-ൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അപ്ഡേഷൻസ് വണ്ടികളിൽ വന്നിട്ടുണ്ട്. 164 വാങ്ങിച്ചാലും 204 വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ എൻഡോർക്കൊക്കെ വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ TVS-ൻ്റെ RR310 തന്നെ എടുത്ത് നോക്കിയാലും നമുക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും കാണാം. പഴയ TVS-നെ വെച്ചിട്ട് എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ വണ്ടികൾ കമ്പയർ ചെയ്യരുത്. എന്തായാലും റൈഡ് ബൈ വയറോ അതേപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ ആക്കിയ സ്ഥിതിക്ക് ട്രാക്ഷൻ കൺട്രോളും നമുക്ക് വൈകാണ്ട് പ്രതീക്ഷിക്കാം ഈ ഒരു മോഡലിൽ അപ്ഡേഷനായിട്ട്. ഞാൻ ജസ്റ്റ് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് മീറ്ററിൽ വന്നിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് പറയാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മീറ്ററിനെ കുറിച്ച് കേൾക്കാനാവുന്നു എനിക്കറിയാം. ഇതിൻ്റെ ആ ഒരു സംഭവം മിസ്സിങ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൈപോവാണ്. ഇതിൻ്റെ കിൽസിച്ച് ഇവിടെ വന്നത് ചെറിയ തരത്തിൽ ആദ്യമായിട്ട് എടുക്കുമ്പോൾ മാത്രം ആ ഒരു പ്രശ്നമുള്ള. കുറച്ച് ഓടിച്ച് കഴിഞ്ഞാൽ എന്തായാലും സെറ്റാവും. സീറ്റായിട്ട് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു 5.5 താഴെ ഹൈറ്റുള്ളവർക്ക് ചെറിയ തരത്തിൽ കാലെത്താനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. പുതിയൊരു 5 ഇഞ്ച് സൈസുള്ള TFT ഡിസ്പ്ലോട് കൂടിയിട്ടാണ് BS6 എഡിഷൻ TVS അവതരിപ്പിച്ചേക്കുന്നത്. മീറ്ററിൻ്റെ ഭാഗത്ത് പഴയ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷേപ്പ് അല്ലാണ്ട് വേറെ ഒന്നും തന്നില്ല എന്ന് പറയാം. ഫുള്ളായിട്ട് ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഡിജിറ്റൽ ആക്കിയത് കൂടാണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 4 റൈഡ് മോഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് എക്സ് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് കണക്ടിവിറ്റിയുള്ള മറ്റുള്ള മീറ്ററുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ കോള് കാണാൻ മാത്രമല്ല കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും രജിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മൊബൈൽ വെച്ചിട്ട് ഒരു ആപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻസ് അറിയാൻ പറ്റും. അപ്പോൾ മീറ്ററിൽ കൊണ്ടുവരാന്നതിൽ വെച്ചിട്ട് മാക്സിമം ഓപ്ഷൻസ് TVS BS6 എഡിഷൻ്റെ മീറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്മാർട്ട് എക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് മുമ്പോട്ടാണ് നിൽക്കുന്നത് കേട്ടോ മറ്റുള്ള സ്മാർട്ട് കണക്റ്റുള്ള മീറ്ററുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ മീറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് റൈഡ് മോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ആക്കിയിട്ടുണ്ട്. അതായത് അർബൻ, റെയിൻ, സ്പോട്ട്, ട്രാക്ക്, ഇതാണ് 4 മോഡുകൾ എന്ന് പറയുന്നത്. ഇതിൽ ട്രാക്ക് സ്പോട്ട് ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ മാത്രമാണ് അത് അൺലോക്ക് ആവുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ട്രിപ്പ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പുറത്തെ മൈ വെഹിക്കിൾ, അതായത് സർവീസ്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പെർഫോമൻസ് റെക്കോർഡിൽ മൈലേജ്, സ്പീഡ്, ലാപ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം. ആവറേജ് സ്പീഡ് 44, ഇതിൽ ടോപ്പ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. 133 നമ്മളിപ്പോൾ ടോപ്പ് സ്പീഡ് നോക്കിയേക്കണത്. പിന്നെ പ്രിഫറൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കണക്ടിവിറ്റി, ഡിസ്പ്ലേ സെറ്റപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. മെനുവിൻ്റെ ഐക്കൺസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ മീറ്ററിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. മെയിൻ മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മൊബൈലിൽ നോക്കണ അതേ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ വെയിലത്തും നല്ല തരത്തിലുള്ള ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ നമുക്ക് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് RPM കാണിക്കുക, അതായത് ടാക്കോമീറ്റർ. ഇവിടെ ആയിട്ടാണ് ഫ്യൂൽ ഗേജ് കാണിക്കുക. ഇവിടെ നമ്മൾ ഏത് മോഡിലാണ് ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡ് കാണിക്കും. ഇവിടെ സ്പീഡ്, ഇവിടെ ടെമ്പറേച്ചർ, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. കിൽ സ്വിച്ചിന് ഒരു വാണിംഗ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഗിയർ ഇൻഡിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് കൂൾ ആൻഡ് ടെമ്പറേച്ചറാണ്. ഇവിടെ ഓഡോമീറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പ് സ്പീഡ്, ഫ്യൂൽ റേഞ്ച്. ഈ ഒരു ബേസ് ആയിട്ടുള്ള ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാം. ബേസ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസ് ഈ ഒരു മീറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടൈമും വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ ഇനി പോരായ്മ എന്ന് പറയാൻ മാത്രം വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ വണ്ടിക്ക് ടാങ്ക് കപ്പാസിറ്റി കുറവാണ്. അതിൽ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം വരുത്താറുണ്ട്. ഒരു ടൂറിംഗ് പർപ്പസ് ഒക്കെ ഉള്ള ഒരാൾക്ക് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ചെറിയ തരത്തിലുള്ള പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇതിൽ ക്യാനും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് ക്യാരി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടാങ്ക് കപ്പാസിറ്റി ഇത്തിരി കൂടെ പുതിയ എഡിഷനുകളിൽ ഇമ്പ്രൂവ് ആവും തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ തോന്നിയിട്ടുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കാണ്. അത് അത്ര വലിയ പോരായ്മ ഒന്നല്ല, പക്ഷെ ഇത്തിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ തോന്നി. നമ്മുടെ RC390 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാക്കിലാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ വൈബ്രേഷനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇതൊരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണ്. അപ്പോൾ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന അത്രയും TVS കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് അത്ര വലിയൊരു പോരായ്മയായിട്ട് എടുത്ത് പറയണമെന്നില്ല. പിന്നെ വിൻസ്ക്രീനിൽ വന്നിട്ടുള്ള ഒരു മാറ്റം നല്ല തരത്തിൽ തന്നെ വണ്ടിയുടെ വൈബ്രേഷനെ ബാധിച്ചിട്ടുണ്ട്. വൈബ്രേഷൻ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഇനി ഫീൽ ചെയ്യില്ല. പിന്നെ ഒരു 85-90
സ്പീഡിൽ പോകുന്ന സമയത്ത് ചെറിയ തരത്തിൽ മാത്രമാണ് ഹാൻഡിലിൻ്റെ അവിടെ നിന്നും ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ നിന്നും വൈബ്രേഷൻ ഫീൽ ചെയ്യണത്. അത് അത്ര വലിയ ഒരു വൈബ്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് വണ്ടിക്ക് ഒടുക്കത്തെ മെയിൻ്റനൻസ് ആണെന്ന്. അതൊക്കെ വെറുതെയാണ് ഗൈസ്. ഫസ്റ്റ് സർവീസ് ഏകദേശം 1400 രൂപയാണ് വണ്ടിക്ക് സർവീസ് വരുന്നത്. പിന്നെ സെക്കൻഡ് സർവീസ് ഒരു 800, തേർഡ് സർവീസ് ഒരു 2500 രൂപയുടെ താഴെ മാത്രമാണ് ഇതിന് സർവീസ് കോസ്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പെയർ ആയതുകൊണ്ട് തന്നെ സ്പെയറിന് കുറച്ച് വില കൂടുതലാണ്. അതായത് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡിന് ഏകദേശം 2000 രൂപയോളം വിലയുണ്ട്. ബാക്ക് ബ്രേക്ക് പാഡിന് 230 രൂപ സംതിങ് വരുന്നുള്ളൂ. അത് അത്ര വലിയ വിലയായിട്ട് എനിക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ RR5 ബ്രേക്ക് പാഡ് മാറിയവർക്ക് ആ ഒരു വ്യത്യാസം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അതിന് ലൈഫ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 16,000-18,000 കിലോമീറ്ററിൽ മാത്രമാണ് ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമുക്ക് മാറേണ്ടതായിട്ട് വരാം. ബാക്ക് ബ്രേക്ക് പാഡ് ഏകദേശം ഒരു 12,000 ഒക്കെ കിട്ടും. ചെയിൻ സ്പോക്കറ്റ് 20,000 കഴിഞ്ഞിട്ട് മാത്രം ആ ഒരു ഭാഗത്തേക്ക് ചിന്തിച്ചാൽ മതി. ഏകദേശം ഒരു 6,000 രൂപയോളാണെന്ന് തോന്നുന്നു എൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സർവീസിൻ്റെ ഭാഗത്ത് എനിക്ക് ആകെ കൂടി തോന്നിയിട്ടുള്ള ഒരു പോരായ്മ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻ്ററുകളുടെ എണ്ണം കുറവാണ്. അതായത് കേരളത്തിൽ 2-3 സർവീസ് സെൻ്ററുകൾ മാത്രമാണ് ബൈക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ ബൈക്ക് എടുക്കുന്ന സമയത്ത് തൃശ്ശൂരൊന്നും സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ എറണാകുളത്തും കോഴിക്കോടും പോയിട്ടായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തുറന്നത്. അവിടുത്തെ മെക്കാനിക്കിൻ്റെ സൗകര്യം പോലെ ആയിരിക്കും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സർവീസിന് കയറ്റേണ്ടി വരാം. അപ്പോൾ അത് മാത്രം എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. അതെന്തായാലും അവർ പരമാവധി പരിഹരിക്കുന്നുണ്ട്. ഒരുപാട് സർവീസ് സെൻ്ററുകൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ നമുക്ക് സർവീസ് സെൻ്റർ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തും TVS മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വണ്ടിയുടെ സൗണ്ടും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. വണ്ടി ഓണാക്കുന്ന സമയത്ത് തന്നെ വേറെ യുവർ ഗിയർ എന്നൊക്കെ കാണിക്കട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ നല്ല തരത്തിലുള്ള പ്രാധാന്യം തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ എൻജിൻ ഓണാക്കി. വണ്ടി ന്യൂട്രലല്ല ഗൈസ്. ഗിയർ ബോക്സ് എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ചോട് കൂടിയിട്ടുള്ള 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ. എനിക്ക് വലിയ തരത്തിലുള്ള ടൈറ്റ് ഒന്നും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തിട്ടില്ല. ടൈറ്റ് മാത്രമല്ല യാതൊരു തരത്തിലുള്ള ലാഗും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. പിന്നെ ക്ലച്ചൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഗൈസ്. ട്രാഫിക്കുകളൊക്കെ വളരെ സുഖമായിട്ട് തന്നെ ക്ലച്ച് ഉപയോഗിക്കാം നമുക്ക്. സൗണ്ടിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ത്രോട്ട് കിടക്കുന്ന സമയത്ത് പണ്ടത്തെ ആ ഒരു വൈബ്രേഷൻ ഹാൻഡിലിൻ്റെ അവിടെ നിന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടെ ബാസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഒരു ഐഡിയ കിട്ടും. വണ്ടി ഓടിക്കണ സമയത്ത് ഞാനൊന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഇതായിട്ട് കേൾക്കാട്ടോ അതിൻ്റെ സൗണ്ട്. ഒരു 7,000-8,000 RPM കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൗണ്ട് ടോട്ടലായിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് എത്രത്തോളം അതിൽ സൗണ്ട് കേൾക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാലും വണ്ടിയുടെ സൗണ്ടൊക്കെ നല്ല സൗണ്ട് തന്നെയാണ്. ഇപ്പോൾ നിർത്തിയിടുന്ന സമയത്ത് മാത്രമാണ് ഒരു ടാപ്പറ്റടി പോലെ ശരിക്കും ഫീൽ ചെയ്യുക. പിന്നെ സ്വിച്ചുകളിൽ വന്ന മാറ്റത്തിനെ കുറിച്ച് പറയാൻ വെച്ചാൽ നമുക്ക് ബ്രൈറ്റ് ഡിമ്മൊക്കെ ഒരൊറ്റ സ്വിച്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. മീറ്ററിൽ ഉണ്ടാകുന്ന ഹസാർഡ് സ്വിച്ച് അവർ ഒഴിവാക്കിയിട്ടില്ല. ആ ഒരു സ്വിച്ച് ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതായിരിക്കും ഹസാർഡ് സ്വിച്ച്. പിന്നെ ഇതെന്ന് പറയുന്നത് മീറ്ററിലത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീസാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അതിന് താഴെയാണ് ഹോൺ. ഡുവൽ ഹോണാണ് കേട്ടോ. നല്ല കേൾക്കാൻ സുഖമുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ളൊരു ഹോൺ തന്നെയാണ്. അപ്പോൾ നിലവിൽ BS6 എഡീഷനെ കുറിച്ചിട്ട് എനിക്ക് ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത്. വണ്ടിയുടെ വിലയെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇനി മുതൽ 3,02,000 ഏകദേശം 30,000 രൂപകളാണ് വർദ്ധിച്ചേക്കുന്നത് പഴയ എഡീഷനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പ്രൈസിനുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് RR310 എന്ന് പറയുന്നത്. ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ടുകളും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ സെയിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, അതായത് ഡൗൺ പേയ്മെൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ TVSൻ്റെ ഷോറൂമിൽ വണ്ടി അവൈലബിൾ ആണ് ഗൈസ്. ആളെ വിളിച്ചാൽ മതി. ആളെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും. സുനിൽ എന്നാണ് ആളുടെ പേര്. ആളുടെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു റിവ്യൂ വീഡിയോയിൽ കാണാം.